നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ടോർക്ക് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിങ് റെക്ടാങ്കുലർ ലൂപ്പ് പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്റർ ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് കേട്ടോ. അപ്പോ ഇത് പഠിക്കണേക്കാൾ മുന്നേ നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം, ഒരു ചെറിയൊരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ സിംഗിൾ കറണ്ട് ക്യാരിങ് ലൂപ്പ്? അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ മക്കളെ I into A മീൻസ് ഏരിയ. ഓക്കെ, അപ്പൊ അതിന് ഡയറക്ഷൻ എങ്ങനെ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ നമ്മുടെ 4 ഫിംഗേഴ്സ് പിടിക്കുക, തള്ള വിരലിന്റെ ഡയറക്ഷനിലായിരിക്കും ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കുക. പ്രോബ്ലം എന്താ? അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണടാ, I into A, കറണ്ട് ഇൻറ്റു ഏരിയ. ഇനി ഈ ലൂപ്പിൽ തന്നെ കുറെ ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക, n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് മാറ്റം വരും? ഒന്നുമില്ലടാ, സിമ്പിൾ ആയിട്ട് ഒരു തൊട്ട് മുന്നേ n കൂടെ ചേർക്കാം, NIA. പ്രോബ്ലം എന്താ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അറിയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടോപ്പിക് ആരംഭിക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് ആരംഭിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് പോൾ മാഗ്നറ്റ് ഉണ്ട്, സൗത്ത് പോൾ മാഗ്നറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് തേടാ, റെക്ടാങ്കുലർ ലൂപ്പ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കറണ്ട് ഇങ്ങനെ ദേ മക്കളെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതേപോലെ കറണ്ട് തേടാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ ആക്ട് ചെയ്യുന്നത്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്ത് ചെയ്യടാ ആക്ട് ചെയ്യാം. അപ്പോ ഞാൻ ഇവിടത്തെ വ്യത്യസ്ത ആമുള്ള ഫോഴ്സ് കണ്ടെത്താനായിട്ട് പോവാ. അപ്പൊ ഫോഴ്സ് കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോഴ്സ് ആക്ടിങ് ഓൺ സൈഡ് PQ. നമുക്ക് ഇക്വേഷൻ അറിയാടാ, BIL sin തീറ്റയാണ് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡില് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൊണ്ടുവച്ച് കഴിഞ്ഞാല് നമുക്കറിയാം അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ BIL sin തീറ്റയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, B റൈറ്റിലോട്ടാണ് നമ്മുടെ കറണ്ട്, നമുക്ക് കണ്ടക്ടർ ആണ് ശരിക്കും വേണ്ട, കറണ്ട് ആയിട്ട് നമുക്ക് എടുക്കാം. കറണ്ട് ഇതേ മേലേക്കാണ്, കണ്ടക്ടറിൽ ഇരിക്കുമ്പോൾ കറണ്ട് മേലേക്ക് തന്നെ പോവുള്ളൂ അല്ലെ. അപ്പൊ അതേ നമുക്ക് ഇവിടുത്തെ ആംഗിള് 90 ഡിഗ്രി ആണ് വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിട്ട് കൊടുക്കുക, BIL sin 90. sin 90 1 ആണോ, വിച്ച് ഈസ് ഈക്വൽ ടു BIL. ഇനി ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ കിട്ടും? യൂസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ പിടിക്കുക. 4 ഫിംഗർ ഫീൽഡ്, മിഡിൽ ഫിംഗർ കറണ്ട്, തമ്പ് ഗീവ്സ് ദ ഫോഴ്സ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടേക്കുണ്ടോ മക്കളെ? ഉള്ളിലേക്കാണ്. ഉള്ളിലേക്ക് ആയതുകൊണ്ട് ക്രോസ് ഇട്ട് കാണിക്കാം. പ്രശ്നം ഉണ്ടാ? ഇല്ല, കുഴപ്പമില്ലല്ലോ. അപ്പൊ അതേ ക്രോസ് ഇട്ട് കാണിച്ചു, ഉള്ളിലേക്ക് ആയതുകൊണ്ട് ക്രോസ് ഇട്ട് കാണിച്ചു. ഇനി അടുത്തത് ഈ ആമുമത്തെ ഫോഴ്സ് ഞാൻ കണ്ടെത്താനായിട്ട് പോവാ. ഫോഴ്സ് ആക്ടിങ് ഓൺ സൈഡ് QR is equal to സിമ്പിൾ ഇക്വേഷൻ BIL sin തീറ്റ. ഇവിടെ നിങ്ങൾ നോക്കടാ, മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ്. ശരിക്കും കണ്ടക്ടറാ വേണ്ടേട്ടാ, പക്ഷെ നമുക്ക് കറണ്ടിനായിട്ട് കൊടുക്കാം. കറണ്ടും റൈറ്റിലോട്ടാണ്, ആംഗിൾ തീറ്റ സമം 0. അങ്ങനെയാണെങ്കിൽ BIL sin 0. sin 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 ആണ്, ഫോഴ്സ് ഈസ് 0. അപ്പൊ അത് കുഴപ്പമില്ല. ഇനി അടുത്ത ഏതാടാ? ഫോഴ്സ് ആക്ടിങ് ഓൺ സൈഡ് PS. എന്താ മക്കളെ ഇക്വേഷൻ? സോറി, QR കഴിഞ്ഞാൽ RS അല്ലെ. RS എന്നുള്ള ഭാഗത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇട്ടാ. നമ്മുടെ ഇക്വേഷൻ എന്താ മക്കളെ? BIL sin തീറ്റ. ഇവിടെ കറണ്ട് പോണത് ഏതാ? അടിയിലേക്കാണ്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സദാ ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ്. തീറ്റ സമം 90 ഡിഗ്രി ആണ് വരാം. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു BIL sin 90 അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു BIL അല്ലെ. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇവിടെ അതിന്റെ ഡയറക്ഷൻ കിട്ടാനായിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലത്തെ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ പിടിക്കാം. 4 ഫിംഗർ ഫീൽഡ്, മിഡിൽ ഫിംഗർ കറണ്ട്, തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, പുറത്തോട്ട് അല്ലെ. അപ്പൊ പുറത്തോട്ടായതുകൊണ്ട് മക്കളെ ഞാൻ വട്ടം വരച്ച് ഇങ്ങനെ ഒരു കുത്തിട്ട് കാണിച്ചടാ. പ്രശ്നം എന്താ? അപ്പൊ ഇവിടെ ആക്ട് ചെയ്യണത് ഉള്ളിലോട്ടാണ്, ഇവിടെ ആക്ട് ചെയ്യണത് നേടാ മക്കളെ പുറത്തോട്ടാണ്. പ്രശ്നം എന്താ? ഇത്ര കാര്യങ്ങൾ കുഴപ്പമില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ. ഇനി നമുക്ക് അടുത്ത് കണ്ടെത്താനുള്ളത് ഫോഴ്സ് ആക്ടിങ് ഓൺ സൈഡ്. ഫോഴ്സ് ആക്ടിങ് ഓൺ സൈഡ് നമുക്ക് അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ PS അല്ലെ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? BIL sin തീറ്റ അല്ലെ. ഇവിടെ കറണ്ട് തേണം മക്കളെ, ഇങ്ങോട്ടായിട്ട് എടുക്കാം നിങ്ങള്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ദേ എങ്ങോട്ട് ഡയറക്ഷൻ റൈറ്റിലോട്ട് തന്നെ. ഇവിടുത്തെ മേക്കണ ആംഗിൾ 180 ഡിഗ്രി അല്ലെ, 180 ഡിഗ്രി ആണ് വരാ, വിച്ച് ഇസ് ഈക്വൽ ടു BIL sin 180. sin 180 is 0, the force is 0. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ലൂപ്പുമ്മേ, ഏത് PQRS എന്ന് പറയുന്ന ഈ ലൂപ്പുമ്മേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എവിടെ, ഇവിടെ ഇതങ്ങനെ നമ്മുടെ ലൂപ്പ് ഇരിക്കുന്നു വിചാരിക്കുക.
അപ്പൊ ഇവിടെ ഫോഴ്സ് തേടാ എവിടേക്കാണ്? ഉള്ളിലോട്ടാണ് അല്ലെ. ഇവിടെ ഫോഴ്സ് എവിടേക്കാണ് മക്കളെ? പുറത്തേക്കാണ് ആക്ട് ചെയ്യണത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഫോഴ്സ് ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം അങ്ങോട്ടാണെങ്കിൽ ഇതൊന്ന് തിരിയും. ആ തിരിച്ചെല്ലാം വിളിക്കുന്ന പേരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് എന്ന് പറയും. നമ്മളിങ്ങനെ ഇതേ മക്കൾ പറയാ ടോർക്ക് എന്ന് പറയും. ആ ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ഇന്ന് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ടോർക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങള് നമ്മുടെ ലൂപ്പ് സപ്പോസ് ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ലൂപ്പ് ഇരിക്കുന്നു വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ശരിക്കും എന്താ കാണുന്നത്? ഈ ഒരു ഭാഗം കാണുന്നു അല്ലെ. ഈ ഒരു ഭാഗം മാത്രം ഞാൻ വരയ്ക്കാണ് 2Dയിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ഈ സാധനത്തിന് ഞാൻ 2Dയിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം ഞാൻ വരയ്ക്കാനായിട്ട് പോവാടോ. ആ ഒരു ചെരിഞ്ഞിരിക്കുന്ന ഭാഗം ദേ ഞാൻ മക്കളെ വരച്ചു. ചെരിഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ ദേ ഇങ്ങനെ വരച്ചു. ഇത് നമ്മുടെ വിട്ട് ഭാഗമാണ് കേട്ടോ. കാരണം നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഈ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ഇതൊക്കെ ഉള്ളിലോട്ടുണ്ട്. പ്രശ്നമില്ലോ ഇല്ല. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് ഞാൻ പി, അതിന്റെ ബാക്കിൽ ആരുണ്ടാ? ക്യൂ ഉണ്ട്. ഈ ഭാഗത്ത് ആരുണ്ടാ? ഈ ഭാഗത്ത് ദേ എസ് ഉണ്ട്. അതിന്റെ ബാക്കിൽ ആരുണ്ട് മക്കളെ? ആർ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഏരിയ വെക്ടർ എന്ന് പറയുന്ന സംഗതി എന്താണ്? ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ സദാസമയം ഈ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന വെക്ടർ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെക്ടർ. സപ്പോസ് ഏരിയ ഇങ്ങനെയാണെങ്കിൽ ഏരിയ വെക്ടർ ഇങ്ങനെ. അപ്പൊ ഏരിയ ഇതിങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? ഏരിയ വെക്ടർ ചെരിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ ആ ഏരിയ വെക്ടർ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ ഏരിയ വെക്ടർ ചേടാ ഈ ചെരിഞ്ഞ പ്രതലത്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു കാര്യം അറിയാം, മാഗ്നറ്റിക് ഫീൽഡ് സദാ ആക്ട് ചെയ്യുന്നത് റൈറ്റിലോട്ട് തന്നെയാണ് അല്ലെ. ഒരു വ്യത്യാസവും ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ചേടാ ആക്ട് ചെയ്യുന്നത് റൈറ്റിലോട്ട് തന്നെയാണ്. കുഴപ്പമുണ്ടാ? ഇനി ഈ പി ക്യൂ എന്നുള്ള ഭാഗത്ത് നമുക്ക് നോക്കാം. ഈ പി ക്യൂ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാം. പി ക്യൂ എന്നുള്ള ഭാഗത്ത് ഫോഴ്സ് ദേ അടിയിലേക്ക് ആക്ട് ചെയ്യുന്നു. ഇവിടെ ദേ പുറത്തേക്ക് ആക്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് ദേ ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുമ്പോൾ ഇവിടെ ഫോഴ്സ് എവിടേക്കാണ് മക്കളെ ആക്ട് ചെയ്യുന്നത്? അടിയിലേക്ക് അല്ലെ. ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത് എവിടേക്കാണ്? അടിയിലേക്ക്. ഇവിടെ ആക്ട് ചെയ്യുന്നത് എവിടേക്കാ? മേലേക്ക് അല്ലെ. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കട്ടെ. ഫോഴ്സ് ദേ ഇവിടെ അടിയിലേക്ക്, അവിടെ മേലേക്ക്. അത് ഞാൻ അവിടെ ഒന്ന് കാണിക്കാൻ പോവാ. അപ്പൊ ദേ നമുക്ക് നോക്കടാ, ഇവിടുത്തെ ഫോഴ്സ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ഡൗൺ ലൈക്ക് ദിസ്, BIL. ഇവിടത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടേക്കുണ്ടോ മക്കളെ? മേലേക്കാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യണത് അല്ലെ. BIL. പ്രോബ്ലം എന്താ? ഇനി എനിക്ക് ആ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടെത്തണം. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടെത്താനായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഞാൻ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇവിടെ നിന്ന് ഞാൻ അടിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനെ ഞാൻ എക്സ് എന്ന് പറഞ്ഞു വിളിക്കാം. ദിസ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എക്സ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് നമുക്ക് കണ്ടെത്തണം. ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ, ഓക്കെ, ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ നമുക്കറിയാം ഇതെന്താ മക്കളെ വരാ പറഞ്ഞ് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇത് 90 ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കുള്ളൂ? തീറ്റ ആയിരിക്കും ഇത് വരാ. പ്രശ്നം എന്താ? ഞാൻ ചെയ്യുന്ന പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ തീറ്റ എടുക്കുകയാണ്. എന്താ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എക്സ് ബൈ അല്ലെ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആണ്. എക്സ് ബൈ ബി. എക്സ് ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ. ഈ എക്സിനെ വിളിക്കുന്ന പേരാടോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഒരു ഫോഴ്സ് മേലേക്ക്, ഒരു ഫോഴ്സ് അടിയിലേക്ക്, ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആര്? എക്സ് എന്ന് പറയും നമ്മള്. കുഴപ്പമുണ്ടാ? അപ്പൊ ഒരു ഫോഴ്സ് മേലേക്ക്, ഒരു ഫോഴ്സ് അടിയിലേക്ക്, ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയും നമ്മള്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് നമ്മളതിനെ പറയാം. ഓക്കെ, അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോർക്ക് കണ്ടെത്താം. ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കുള്ള പരിപാടി. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം എന്താ സംഗതി? BIL ആണോ ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B സൈൻ തീറ്റയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതില് ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഇതെന്താണ് സംഗതി? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്, ഏരിയ അല്ലെ. നോക്കിയേ, നമ്മുടെ ലൂപ്പിന്റെ ഈ ഏരിയ അല്ലേ കിട്ടാ? എന്താ സംഗതി? ഇത് ലെങ്ത് ആന്ന് വിചാരിക്കുക, ഇത് ബ്രെഡ്ത്ത് ആന്ന് വിചാരിക്കുക. ഈ ലൂപ്പിന്റെ ഏരിയ അല്ലേ നമുക്ക് കിട്ടാ? ദാറ്റ് ഈസ് മക്കളെ ഞാനിവിടെ എഴുതി വെക്കാടോ. വിച്ച് ഈസ് ഈക്വൽ ടു BIA സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി അല്ലെ. ടോർക്ക് ടോ ഈക്വൽ ടു BIA സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി.
ഇനി നമുക്ക് ഇവിടെ ഇപ്പൊ ഒറ്റ ടേൺ ഉള്ളോ. ഇഫ് ദർ ആർ n ടേൺസ്, ഇഫ് n ടേൺസ് ആർ there, ടേൺസ് ആർ there, or n number of turns ഉണ്ടെങ്കിൽ എങ്ങനെയാണോ മക്കൾ ഇക്വേഷൻ വരാ? ടോർക്ക് ടോ ഈക്വൽ ടു n b i a sin തീറ്റ എന്ന് പറഞ്ഞിട്ട് വരും. കുഴപ്പമുണ്ടാ? ഇല്ല. ഇനി മക്കളെ മനസ്സിലാക്കടാ, നമുക്ക് ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് n i a അല്ലെ. അപ്പൊ n i a ക്ക് പകരം m എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാ? വിച്ച് ഈസ് നമ്മുടെ ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് m is equal to n i a. m is equal to n i a. ഇവിടെ ആണെങ്കിൽ ഒറ്റ ലൂപ്പ് ഉള്ളെങ്കിൽ m equal to i a. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അണ്ടർലൈൻഡ് സ്ഥാനത്തിന് പകരം മക്കൾ ഞാൻ എഴുതാടാ ടോ ഈക്വൽ ടു എം പി സൈൻ തീറ്റ. എം പി സൈൻ തീറ്റ. നമുക്കൊരു കാര്യമൊക്കെ അറിയാം. എന്തറിയാം നമുക്ക്? എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ബി സൈൻ തീറ്റയാണ് അല്ലെ. എ ബി സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എം ബി സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? എം ക്രോസ് ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. എം ക്രോസ് ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം ടോർക്കിന്റെ ഇക്വേഷൻ. കുഴപ്പമുണ്ടാ? ഇത്ര കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുകയാണ്. ഓക്കെ മക്കളെ, ഇപ്പൊ നമുക്ക് നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയിട്ടില്ലേ? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എൻ ബി ഐ എ സൈൻ തീറ്റ അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു അല്ലെ എൻ ബി ഐ എ സൈൻ തീറ്റ, അതിന് പകരം നമുക്ക് അബിൻ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അബിൻ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാട്ടാ. ഓക്കെ, നമുക്ക് ഇവിടെ രണ്ട് കേസുകൾ പഠിക്കാണ്ടാ. നമുക്ക് നമ്മുടെ എക്സ്റ്റേണൽ ഫീൽഡ്, ഒന്നാമത്തെ പ്ലെയിൻ ഓഫ് കോയിൽ പാരലൽ ടു ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലെയിൻ ഓഫ് കോയിൽ ഉണ്ടല്ലോ, നമ്മുടെ പ്ലെയിൻ ഓഫ് കോയിൽ ഇങ്ങനെ ഇരിക്കുക, ഇവനും പാരലൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഏരിയ വെക്ടർ മേലക്കായിരിക്കും അല്ലെ. അപ്പൊ ഏരിയ വെക്ടർ ഇതാണ് മക്കളെ, മേലക്കാണ് ഏരിയ വെക്ടർ അല്ലെ. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ റൈറ്റിലോട്ടാണ്, മേക്കാണ് ആംഗിൾ 90 ഡിഗ്രി ആണ്. നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എ ബി ഐ എൻ സൈൻ 90, സൈൻ 90 1 ആണ്. ടോ ഇസ് ഈക്വൽ ടു എ ബി ഐ എൻ. മക്കളെ മനസ്സിലാക്കടാ, ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക്. ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക്. അപ്പൊ നമ്മുടെ ഈ ലൂപ്പ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഏരിയ വെക്ടർ മേലക്കായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റിലോട്ടായിരിക്കും, തമ്മിൽ മേക്കാണ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പ്ലെയിൻ ഓഫ് കോയിൽ പെർപെൻഡിക്കുലർ ടു ഫീൽഡ് ആണെങ്കിൽ അപ്പൊ നമ്മുടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ. പ്ലെയിൻ ഓഫ് കണ്ട ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുക, കുഴപ്പമുണ്ടാ? അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എവിടേക്കാണോ? മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റിലോട്ടാണ്, ഏരിയ വെക്ടർ അതേ ഡയറക്ഷനിൽ തന്നെ അല്ലെ. ഈ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന വെക്ടർ ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെക്ടർ. അപ്പൊ ഏരിയ വെക്ടർ അതേ ഡയറക്ഷനിൽ തന്നെ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചത് നമ്മുടെ ലൂപ്പ് ഇങ്ങനെ ഇരിക്കണ്, നമ്മുടെ ഏരിയ വെക്ടർ ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, തീറ്റ സമം 0 ആണ്. നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ ടോർക്ക് ടോ ഈക്വൽ ടു അബിൻ സൈൻ തീറ്റ which is equal to അബിൻ സൈൻ 0 which is equal to 0. അപ്പൊ ഏത് സിറ്റുവേഷൻ ആണോ ടോർക്ക് മാക്സിമം ആവുക? ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്. പ്ലെയിൻ ഓഫ് കോയിൽ പാരലൽ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ്. പ്ലെയിൻ ഓഫ് കോയിൽ പാരലൽ ആണ്, ഓക്കെ, പക്ഷെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന സമയത്താണ് ടോർക്ക് എന്തായിരിക്കുക? മാക്സിമം ആയിരിക്കുക. കുഴപ്പമുണ്ടാ? ദിസ് ഈസ് എന്ത്? മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക്. ഇത്ര കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. താങ്ക് യു.